ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ട 11 പേർ ആരൊക്കെ? ഈ വീക്കിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് വിശാൽ. സോ അധികം വേപ്പിക്കാതെ തുടങ്ങാം. ഇന്നത്തെ ഡേ 71 നോമിനേഷൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഫസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. നമുക്ക് ഇന്നത്തെ ലൈവ് നോമിനേഷൻ അപ്ഡേറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ കുറച്ച് സംഭവവാസങ്ങളൊക്കെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ പരിശോധിച്ച് നോക്കിയാലും. ഓക്കെ, കഴിഞ്ഞ വീക്ക് 10ാം വീക്കായിരുന്നു. 10ാം വീക്കിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത് 9 പേർ നോമിനേറ്റ് ആയി എന്നുള്ളതാണ് കഴിഞ്ഞ വീക്കിലെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായിട്ട് പറയാനുള്ളത്. പിന്നെ ഷോപ്പിംഗ് ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ആ വീക്കിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രഞ്ജിത്തായിരുന്നു. രഞ്ജിത്തിൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് മനോഹരമായിട്ട് തോന്നിയില്ല. പല കാര്യങ്ങളും ഇൻവോൾവ്മെൻ്റ് ആയിട്ട് കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്തിൻ്റെ ക്യാപ്റ്റൻസി കൊള്ളില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ. കാരണം ഒരു ക്യാപ്റ്റൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊന്നും രഞ്ജിത്ത് കഴിഞ്ഞ വീക്കിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ അടിപൊളി വീക്കിലി ടാസ്ക് കഴിഞ്ഞ വീക്കിൽ നടക്കുകയുണ്ടായി. കഴിഞ്ഞ വീക്കിൽ 3 ദിവസങ്ങളിലായിട്ട് വീക്കിലി ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അത് മനോഹരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് വീണ്ടും ലഭിക്കുകയുണ്ടായി. അങ്ങനെ വീണ്ടും ജെഫ്രി ഈ വീക്കിലത്തെ നോമിനേഷനിൽ നിന്ന് സേഫ് ആയിരിക്കുകയാണ്. പിന്നീട് 8 പേരായിരുന്നു നോമിനേഷനിലുണ്ടായിരുന്നത്. ഇതിലാര് പോകുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചിന്ത. പക്ഷേ കഴിഞ്ഞ 2 വീക്കിൽ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുകയുണ്ടായി. ഈ വീക്കിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ വീക്കിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ വീക്കിലി ടാസ്കിനെ ബേസ് ചെയ്തിട്ട് ബെസ്റ്റ് പെർഫോമർ ആരെന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായി. പിന്നെ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ വിടുതല പാർട്ട് 2 അതിൻ്റെ പ്രൊമോ ആയിട്ട് നമ്മുടെ മഞ്ജു വാര്യരും സൂര്യയൊക്കെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ വരികയുണ്ടായി. അത് പ്രൊമോഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അത് നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എടുത്ത് പറയാനുള്ളത് കഴിഞ്ഞ വീക്കിൽ ഡബിൾ എവിക്ഷൻ നടന്ന ഒരു വീക്കായിരുന്നു. കഴിഞ്ഞ വീക്കിലെ ആദ്യത്തെ ദിവസം തന്നെ, ശനിയാഴ്ച ദിവസം തന്നെ, ആദ്യത്തെ വീക്കിൽ തന്നെ എവിക്ഷൻ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സത്യമായിരുന്നു ആദ്യത്തെ ആഴ്ച പുറത്തു പോയിരുന്ന ആളെന്ന് പറയുന്നത്. രണ്ടാമത്തെ ആഴ്ച ഇന്നലെ നമ്മുടെ തർഷികയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. സോ ഇവർ രണ്ടുപേരും വെച്ച് നോക്കുകയാണ്, കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ ഇവിടെ നിൽക്കുന്നേക്കാളും ബെറ്റർ ഇവർ തന്നെയായിരുന്നു. പക്ഷേ അൺഫെയർ എവിക്ഷനാണ് രണ്ടുപേരുടെയും. സത്യ നല്ല ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ തർഷികൻ നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നതാണ്. രണ്ടുപേരുടെയും അൺഫെയർ എവിക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് 105ാമത്തെ ദിവസം ഗ്രാൻഡ് ഫിനാലെ ആണെന്നും നമുക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 105ാമത്തെ ദിവസമാണ് പ്രാവശ്യത്തെ ഗ്രാൻഡ് ഫിനാലെ വരാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, നോമിനേഷൻ ലൈവ് അപ്ഡേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ആഴ്ച 11 പേർ, അതായത് 11 പേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആര് വേണമെങ്കിലും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ചിലപ്പോൾ ഡബിൾ എവിക്ഷനോ ട്രിപ്പിൾ എവിക്ഷനോ വരെ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഡബിൾ എവിക്ഷൻ തന്നെ ആയിരിക്കും, സിംഗിൾ എവിക്ഷനൊന്നും ആയിരിക്കില്ല. മിഡ് വീക്ക് എവിക്ഷൻ ആവുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഈ വീക്കിൽ ഒത്തിരി വീക്കിലി ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ട 11 പേർ ആരൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് രഞ്ജിത്ത്, 2 മുത്തു, 3 റാണവ്, 4 ദീപക്, 5 അരുൺ, 6 റയാൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്, 7 പവി, 8 സൗന്ദര്യ, 9 ജാക്ലിൻ, 10 മഞ്ജരി, 11 അൻഷിത. ഇങ്ങനെയാണ് ഈ 11 പേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആര് വേണമെങ്കിലും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് പോകാം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ പോകാം, എന്തും സംഭവിക്കാം. ബിഗ് ബോസ് ഈസ് എ അൺപ്രഡിക്റ്റബിൾ ഷോ. ഓക്കെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രിപ്പിൾ എവിക്ഷൻ വരാം, ഡബിൾ എവിക്ഷൻ വരാം, സിംഗിൾ എവിക്ഷൻ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇനി 106 ദിവസങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 ആഴ്ച, ഇനി മാക്സിമം 5 ആഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡബിൾ എവിക്ഷൻ തന്നെ ആയിരിക്കും, സിംഗിൾ എവിക്ഷൻ ഒന്നും ഇനി കാണത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ടോട്ടൽ 11 പേരെ നോക്കുമ്പോൾ 6 ബോയ്സാണ് ഇപ്രാവശ്യം കൂടുതൽ, 6 ബോയ്സും 5 ഗേൾസുമാണ് വന്നിരിക്കുന്നത്. നോമിനേഷൻ സേഫായി എന്ന് പറയാൻ പറ്റത്തില്ല. നോമിനേഷൻ സേഫായത് ജെഫ്രിയും വിശാൽ ഓൾറെഡി ക്യാപ്റ്റനാണ്, നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജെഫ്രി നോമിനേഷൻ ഫ്രീ കാർഡുള്ളത് കൊണ്ട് ജെഫ്രിയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 2 പേരാണ് സേഫ് ആയവരായിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ 13 പേര് ബിഗ് ബോസ് വീടിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ഇനി 2 പേര് പോയി കഴിഞ്ഞാൽ 11 പേരായി ചുരുങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീക്കിൽ മനോഹരമായൊരു വീക്ക്ലി ടാസ്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ കാണും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വാരം സന്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബിഗ് ബോസ് 71 ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് 106 ദിവസം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ വീക്കിൻ്റെ അവസാനം നമുക്ക് കാണാം. അപ്പോൾ ഈ വീക്കിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും എവിക്ഷൻ ഉൾപ്പെടെ നമുക്ക് അടുത്ത വാരം ഇതിൻ്റെ കൂടുതൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ആട് പുതുസ് ആട്ടവും പുതുസ് അടുത്ത കിടലം വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.